ഹായ്, നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഒരു കോഫി ക്രംബിൾ കേക്ക്. ഇതിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കോഫി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ എവിടെയും നമുക്ക് കോഫി ഇല്ല. പക്ഷേ ഇതിൻ്റെ പേരിങ്ങനെയാണ്. കോഫിയുടെ കൂടെ കഴിക്കുന്നത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ ഒരു പേര് വന്നത്, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കോഫി കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിനൊരു ക്രംബിൾ ടോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇതിന് മുൻപ് നമ്മളൊരു ക്രംബിൾ ടോപ്പിംഗ് വരുന്ന ഒരു കുഞ്ഞി എന്താ പറയുക, ബ്ലൂബെറിയുടെ ഒരു മഫിൻസിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ഒരു ടോപ്പിംഗ്, ഒരു ക്രം ടോപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ ഞാനൊന്ന് ക്യൂബാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് സമയം ബട്ടർ ഒന്ന് പുറത്ത് വെച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടില്ല, അതിന് മുൻപേ ഒന്ന് ക്യൂബാക്കിയിട്ട് എടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് നമ്മുടെ കേക്കിൻ്റെ മൈദപ്പൊടി 1/2 കപ്പ് എടുക്കുക. പിന്നെ അതിലൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരു 1.5 ടീസ്പൂണ് സിനമൺ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ സിനമൺ പൗഡർ ചേർക്കാൻ മറന്നുപോയി, അപ്പോൾ അതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് ഇങ്ങനെ ഒരു ക്രംബിൾ പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ കേക്കിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു സിന്നമൺ ലെയർ ഉണ്ട്. അപ്പം ആ ലെയറിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നന്നായിട്ട് പൊടിച്ച സിന്നമൺ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിന്നമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സിന്നമൺ നല്ല ഫ്ലേവർ ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിൻ കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ, ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബട്ടർ എടുത്തിരിക്കുന്നത് 8 ടേബിൾ സ്പൂണാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഗ്രീക്ക് യോഗേർട്ട് അല്ലെങ്കിൽ സോർ ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം ഞാനിവിടെ കിട്ടുന്ന സാധാരണ തൈരാണ് ചേർത്ത് കൊടുത്തത്. ഇവിടെ കിട്ടുന്ന തൈര് അധികം പുളിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പം അതൊരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ 1/8 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വലിയ മുട്ടയായിരുന്നു, അപ്പം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്ന് പിരിഞ്ഞ് വരുന്നതായിട്ട് തോന്നും, കുഴപ്പമില്ല. ഇനി നമുക്കിതിലോട്ട് കേക്കിൻ്റെ പൗഡർ, മൈദ പൗഡർ, ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ ഒരു 3/8 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഒരു നുള്ളുപ്പ്. ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്ത് എന്നിട്ടത് 3 തവണയായിട്ടാണ് ഈ ഒരു ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഇതുപോലെ ലാസ്റ്റിൽ പൊടി ചേർക്കുന്ന സമയത്ത് ഓവർ മിക്സ് ചെയ്യരുത്, പതിയെ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കേക്ക് ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു അലൂമിനിയം പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ കേക്ക് ബാറ്ററിൻ്റെ ഒരു ഹാഫ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പാനിലൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിന്നമൺ ടോപ്പിംഗ് ഇല്ലേ, അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പതിയെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബാറ്റർ കൂടെ ഒഴിച്ചിട്ട് നമുക്കിതും ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇത് ഭയങ്കര എന്താ പറയുക, ഫ്ലോയി ആയിട്ടുള്ളൊരു ബാറ്ററല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ബാറ്റർ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രം ടോപ്പിംഗ് ഇട്ട് കൊടുക്കുന്നത്.
ഈ ഒരു ക്രം ടോപ്പിങ് ഞാൻ ആദ്യം സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി കൈയാണ് കുറച്ചും കൂടെ നല്ലതെന്ന്. അപ്പം ഞാൻ ബാക്കി ഇതാ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് നമ്മൾ വീട്ടിലോട്ട് കഴിക്കാനാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ഒരു ടോപ്പിംഗ് വരുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കൊരു 40 മിനിറ്റാണ് എടുത്തത്. ഞാൻ 170-ലാണ് ബേക്ക് ചെയ്തിട്ടെടുത്തത്. നിങ്ങളുടെ അവൻ്റെ ടൈമും ടെമ്പറേച്ചറും അതൊക്കെ നോക്കിയിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നമ്മുടെ ഒരു ക്രം ടോപ്പിങ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് അത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രം ടോപ്പിങ്ങോട് കൂടിയിട്ടുള്ള കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വലിയൊരു പണിയൊന്നുമില്ല. ആ ഒരു ടോപ്പിങ്സും ഇടയ്ക്കുള്ള ഒരു സിന്നമൺ ലെയറും എല്ലാം ഒന്ന് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പി വീഡിയോ അതല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ആയിട്ട് വരാം. ഇത് കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.